ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വിജയദശമി ദിവസം കേട്ടോ. 3-ാം വയസ്സിൽ അക്ഷരമുറ്റത്തേക്ക് കാല് വെക്കുകയാണ് ആമിക്കുട്ടി. ഇപ്പോൾ സമയം 4:45 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ് തുഞ്ചൻപറമ്പിലേക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു വിജയദശമി നാളിലാണ് ആമിക്കുട്ടി ജനിച്ചത്. ഇപ്പോൾ 3 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ആമിക്കുട്ടി എഴുത്തിനിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് സന്തോഷം കേട്ടോ. ഇങ്ങനെ ഒരു ദിവസത്തിൽ ജനിച്ചെന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. നല്ല വെളുപ്പിനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല 4:45 സമയം. അപ്പോൾ ഇത്ര നേരത്തെ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ടാട്ടോ. വേഗം പോയാൽ വേഗം ഒഴിവാവാന്നുള്ള തിയറിയാണ് കുട്ടിയുടെ അച്ഛനും. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. 2 കൗണ്ടറായിട്ടാണുള്ളത്. ഒന്ന് സരസ്വതി പീഠത്തിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്, പിന്നെ കൃഷ്ണശിലാ മണ്ഡപത്തിൽ വെച്ചിട്ടുമാണ് കേട്ടോ നടക്കുന്നത്. നമ്മൾ വേഗം പോയത് സരസ്വതി മണ്ഡപത്തിലേക്കായിരുന്നു. അവിടെ വന്നപ്പോൾ കുറച്ച് തിരക്കുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് സാധാരണ നേരം വെളുത്ത് വരുമ്പോഴായിരിക്കും നല്ല തിരക്കുണ്ടാവുക. അത് നമ്മൾ വെളുപ്പിനെ പോയതുകൊണ്ട് അത്ര തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ സരസ്വതി മണ്ഡപത്തിൽ ഒരുപാട് പേര് ഇരുന്നിട്ടാണ് എഴുതിക്കുന്നതും കാര്യങ്ങളൊക്കെ. രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് ഒരു 250 റുപ്പീസ് കൊടുത്തിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ആമിക്കുട്ടിക്ക് ഒരു ബുക്കൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ പോയിട്ട് നമ്മൾ എഴുത്തിനിരിക്കുകയാണ്. ശ്രീ മനമ്പൂർ രാജൻ ബാബു സാർ ആയിരുന്നു കേട്ടോ ആമിക്കുട്ടിക്ക് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അവൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അവൾ കരച്ചിലും വഴക്കും ഒന്നും ഉണ്ടാക്കാതെ തന്നെ ആൾ പറയുന്ന പോലെ തന്നെ ഹരിശ്രീ പറഞ്ഞു അതുപോലെ തന്നെ എഴുതാനൊക്കെ നിന്നോട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൾ വയലൻസ് കാണിച്ചില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് അവൾക്ക് നാവുന്ന് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നാണ് എഴുതി കൊടുക്കുന്നത്. ആൾ അതിനും നാക്കൊക്കെ നീട്ടിക്കൊടുത്ത് അങ്ങനെ പുള്ളി ബ്ലെസ്സൊക്കെ ചെയ്തിട്ടോ വിട്ടത്. ഭയങ്കര സന്തോഷമായി എനിക്ക്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പുറത്തേക്ക് പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ പാടെ തന്നെ അവിടുത്തെ സരസ്വതി മണ്ഡപത്തിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് ഇങ്ങനെ ഫുൾ ഷോട്ടിൽ. അപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കാനും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല. കാരണം 200 to 350 റേഞ്ചിലാണ് അവർ ഫോട്ടോഗ്രാഫേഴ്സ് റേറ്റ് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ കൊടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ഫോണിൽ തന്നെയാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. അങ്ങനെ ആമിമോളും അച്ഛനും കൂടി മുന്നിൽ നടക്കുന്നുണ്ട്. ഇവരുടെ പിന്നാലെ നടക്കുന്ന പണിയാട്ടോ എനിക്ക്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചു. നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ക്ഷമിക്കുക. അതിന് ശേഷം നമുക്കൊരു ദിവസം തുഞ്ചൻപറമ്പ് പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ഈ കാണുന്ന ഐറ്റത്തിന് നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ. ഏത് ഹൈഡ്രജൻ ബലൂൺ, അതും പല പല രൂപത്തിലുള്ളത്. ആമിക്കുട്ടിയും പറഞ്ഞു അവൾക്കൊന്ന് വേണമെന്ന്. പക്ഷെ നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ പറ്റിച്ചവളെ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയത് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ അവിടെ പോയി അമ്പലക്കുളം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആൾ നിൽക്കുന്നത്. ഉറക്കത്തിൻ്റെ ഒന്നും ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ എണീറ്റുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് അമ്പലത്തിലേക്ക് കയറണം. അപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ടും എഴുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ കണ്ടു കേട്ടോ നമ്മൾ. അപ്പോൾ തൃക്കണ്ടിയൂരിലേക്ക്, അതായത് തുഞ്ചൻപറമ്പിൽ നിന്ന് തൃക്കണ്ടിയൂരിലേക്ക് വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും വന്നിട്ട് എഴുത്തിനിരിക്കുന്നത് കണ്ടില്ല. അങ്ങനെ നമ്മളിവിടെ വന്നു, തൊഴുതു. ദീപമൊക്കെ ഞാൻ ഫോട്ടോ എടുത്തു കേട്ടോ. അങ്ങനെ എടുക്കാൻ പാടുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് എന്തോ അതൊക്കെ എടുക്കണം തോന്നി. ഞാൻ അതൊക്കെ എടുത്തു. വീഡിയോ ഒക്കെ കുറച്ച് നേരം ഇങ്ങനെ എടുത്തു നിന്നു. എൻ്റെ ടാറ്റു കാണിക്കലാണ് മെയിൻ നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ നടക്കുന്നുണ്ട്. ആമിമോളും അച്ഛനും കൂടി മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് തന്നെ ആൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്ക് വിശക്കുന്നു എന്ന്. പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്കൊരു മസാല ദോശ മസ്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഗണപതി ഭവനിലേക്കാണ്. നമ്മുടെ സ്ഥിരം സ്പോട്ടാട്ടോ ഗണപതി ഭവൻ. അവിടെ പോയി മസാല ദോശ അല്ലെങ്കിൽ നെയ് റോസ്റ്റ് കഴിച്ചാൽ അമ്മയ്ക്കും മോക്കും ഒരു സംതൃപ്തി വരുള്ളൂ. അച്ഛൻ പിന്നെ ഇതിലൊക്കെ ബാക്കിലാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനോടും താല്പര്യമില്ല. അങ്ങനെ ആമിക്കുട്ടിക്കുള്ള നെയ് റോസ്റ്റാണ് ആദ്യം വന്നത്. നല്ല തിരക്കായിരുന്നതുകൊണ്ട് സ്റ്റാഫുകളെ കുറവുള്ളത് കാരണം കുട്ടിക്ക് വേഗം കൊണ്ടു കൊടുത്തു. നമുക്ക് കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നത്. അപ്പോൾ അവൾ കഴിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോയ്ക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് വെക്കണേ. ബൈ.